ഹായ് മക്കളെ, നമ്മുടെ ജെഇ മെയിൻ ഫേസ് 2 എക്സാം നമ്മുടെ ഏപ്രിൽ ആദ്യം തന്നെ ഉണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളെ നമുക്ക് ജെഇ മെയിൻ ഫേസ് 2ലേക്കുള്ളൂ. ഈ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്താ? മോക്ക് എക്സാമ്പിളാണ്. ഈ ഒരു കാര്യം പല തവണയായിട്ട് പല ടീച്ചേഴ്സ് പല രീതിയിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ എത്രയൊക്കെ കാര്യങ്ങൾ പഠിച്ചാലും അത് അൾട്ടിമേറ്റ്ലി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് മോക്ക് എക്സാമിൽ തന്നെയാണ്. കോൺസെപ്റ്റുകളെല്ലാം പ്രോപ്പറായി റീവെരിഫൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ടൈം മാനേജ്മെന്റ്, സ്ട്രെസ് മാനേജ്മെന്റ്, റിസോഴ്സ് മാനേജ്മെന്റ്. നിങ്ങൾ ഈസി ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക മോക്ക് എക്സാമിൽ കൂടിയാണ്. നിങ്ങൾക്കറിയാം, സൈല നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന GIB എക്സാം ഇനിയുമുണ്ട്. മാർച്ച് 28, 29 തീയതികളിൽ മൾട്ടിപ്പിൾ ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും അടുത്ത GIB എക്സാം ഉണ്ടാവുക. ആക്ച്വൽ JEE എക്സാം എങ്ങനെയാണോ, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം, അതേ പാറ്റേണിൽ തന്നെയായിരിക്കും GIB എക്സാമും കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ GIB എക്സാമിനും കൂടി വേണ്ടി നമുക്ക് തയ്യാറെടുക്കാം. അപ്പോൾ ശരിക്കും നമ്മുടെ പ്രിപ്പറേഷൻ ആക്ച്വൽ JEE എക്സാമിന് വേണ്ടി തന്നെയാണ്. അതേ രീതിയിൽ തന്നെ മുൻപോട്ട് പോകാം. പാരലി ഈ മോക്ക് എക്സാം, ആക്ച്വൽ JEE എക്സാം എഴുതുന്ന അതേ രീതിയിൽ നമ്മളൊരു സെൻറ്ററിൽ പോയി ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എഴുതുന്ന സമയത്ത് ഒരു പരിധിവരെ നമുക്ക് JEE മെയിൻ ഫേസ് 2 എക്സാമിനെ അതുപോലെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും ഇതേ കാര്യം മുന്നേ എക്സ്പീരിയൻസ് ചെയ്യാനും ഈ GIB എക്സാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം, സ്ക്രീനിൽ കാണുന്ന QR കോഡ് ഉപയോഗിച്ച് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കുക. അടിപൊളിയായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുൻപോട്ട് കൊണ്ടുപോവുക. നമുക്ക് GIB എക്സാമും തകർത്തെഴുതണം, അതുപോലെ JEE മെയിൻ ഫേസ് 2. സോ നമുക്ക് കാണാം. ബൈ.